പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ബുധനാഴ്ച ദിനം യോസേപ്പ് പിതാവിന് പ്രത്യേകമായി നമ്മൾ ഓരോ ദിവസത്തിലെ പ്രിയ സഹോദരങ്ങളെ സഭ ഇങ്ങനെ ഓരോ വിശുദ്ധർക്ക് വേണ്ടിയാണ് പ്രത്യേകം നമ്മൾ പണ്ടുകാലം മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് മാർ യോസേപ്പിനോട് പ്രത്യേകം മാധ്യസ്ഥം തേടേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടം ശുദ്ധത എന്ന പുണ്യം പാലിക്കാനായിട്ട് വലിയവരും ചെറിയവരും മധ്യവയസ്കരും പ്രായമായവരൊക്കെ ഒരുപോലെ ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ മാർ യോസേപ്പ് പിതാവേ, ശുദ്ധത എന്ന പുണ്യത്തിൽ ഞങ്ങളെ വളർത്തണമേ എന്ന് ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കേണ്ട കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുധനാഴ്ച ദിനങ്ങളിൽ ഒരു രഹസ്യമൊക്കെ നമ്മൾ ദൈവമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ശുദ്ധത എന്ന പുണ്യത്തിൽ വളർത്താൻ, വിശുദ്ധി എന്ന പുണ്യത്തിൽ വളർത്താൻ, പ്രത്യേകിച്ച് ലൈംഗിക അരാജകത്വത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കൃപയിൽ ആഴപ്പെടാനായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകമായിട്ട് അവർക്ക് A+ കിട്ടാനും അല്ലെങ്കിൽ ജോലി കിട്ടാനും വിവാഹം കഴിയാനും മക്കളുണ്ടാവാനും മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, അവർ ശുദ്ധത എന്ന പുണ്യത്തിൽ ആഴപ്പെടാനായിട്ട് മാർ യോസേപ്പ് പിതാവിൻ്റെ പ്രത്യേകം മാധ്യസ്ഥം നമുക്ക് തേടാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് തീത്തോസിൻ്റെ ലേഖനത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ തിരുവചനമാണ്. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ക്രിസ്തീയ ജീവിതചര്യ. അതായത് ഒരു ക്രിസ്ത്യാനി അനുവർത്തിക്കേണ്ട ജീവിത ശൈലിയാണിത്. ഇവിടെ വചനം പറയാണ്, ഭരണകർത്താക്കൾക്കും മറ്റധികാരികൾക്കും കീഴ്പ്പെട്ടിരിക്കുവാനും അനുസരണമുള്ളവരായിരിക്കുവാനും സത്യസന്ധമായ ഏതൊരു ജോലിക്കും സന്നദ്ധരായിരിക്കുവാനും നീ ജനങ്ങളെ ഓർമ്മിപ്പിക്കുക. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഭരണകർത്താക്കൾക്ക് മറ്റധികാരികൾ കീഴ്പ്പെട്ടിരിക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകത ആരെയും കൂസാത്ത ഒരു ജനം, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിലൊക്കെ കുട്ടികൾ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്തിനും ഏതിനും ഇങ്ങനെ മർക്കടമുഷ്ടികളായിട്ട് പരസ്പരം തല്ലുപിടിക്കുന്ന, അധ്യാപകരെ പോലും മാനിക്കാത്ത, ആർക്കും തങ്ങളുടെ മുകളിൽ ഇനി അധികാരി ആകാശം മാത്രമുള്ള എന്നുള്ള രീതിയിലാണ് അവരിയ്ക്കുന്നത്. അത് കുട്ടികളുടെ മാത്രമല്ല. ഇനി രണ്ടാമത്തെ കാര്യമാണ് അനുസരണയുള്ളവരായിരിക്കുക. സത്യസന്ധമായ ഏത് ജോലിക്കും പ്രിയ സഹോദരങ്ങളെ അതിൻ്റെ മാന്യതയുണ്ട്. അത് പാടത്തെ കർഷകനായാലും ഉണ്ട്, അത് ഓട്ടോറിക്ഷ ഡ്രൈവറായാലും ഉണ്ട്, അത് ഡോക്ടറായാലും ഉണ്ട്, അത് അധ്യാപകനായ ഏത് ജോലിക്കും, അത് നേഴ്സായാലും ഉണ്ട്, ഏത് ജോലിക്കും പ്രിയ സഹോദരങ്ങളെ അത് ഒറ്റ കാര്യമുള്ളൂ, മാന്യത. എല്ലാ ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട്. പക്ഷേ ഏത് ജോലിയിലും നമ്മൾ സത്യസന്ധ, RT ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഗവൺമെൻറ് ജോലിക്കാരനാണെങ്കിലും ഏത് ജോലിക്കും നമുക്ക് സത്യസന്ധരായിരിക്കാനും നീ ജനങ്ങളെ ഓർമ്മിപ്പിക്കുക. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ക്രിസ്തീയ ജീവിതചര്യ, അതായത് ഒരു ക്രിസ്ത്യാനിക്ക് മറ്റൊരു രീതിയിൽ അവൻ പോകാനായിട്ട് സ്വർഗം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ക്രിസ്തീയ അതായത് ഒരു ക്രിസ്തു ശിഷ്യൻ അനുവർത്തിക്കേണ്ട ചിട്ടകൾ ഒരു വ്യക്തി പാലിക്കുകയാണെങ്കിൽ ദൈവം അവന് ചുറ്റും സംരക്ഷണ കവചം ഒരുക്കും. ദൈവം ആവശ്യമുള്ളതെല്ലാം അവന് പ്രൊവൈഡ് ചെയ്യും. ഇവിടെ നമ്മൾ വേലി പൊളിച്ചാൽ നമ്മുടെ ജീവിതം പൊളിയും എന്ന കാര്യത്തിന് സംശയമില്ല. കാരണം പിശാചിന് നമ്മൾ വേലി പൊളിച്ചോ പിശാച് കൊണ്ടിരിക്കും, ഒരു സ്വസ്ഥതയും പിന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ആശീർവാദ വേളയിൽ കർത്താവേ, ഒരു ക്രിസ്തു ശിഷ്യൻ അനുവർത്തിക്കേണ്ട ജീവിത ശൈലി പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.